എക്സിറ്റ് 8 എന്നൊരു ജാപ്പനീസ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമ കണ്ടായിരുന്നു. ജെൻകി കവാമുറയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പേരിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എനിക്കറിയില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ പടം ജപ്പാനിൽ ഇറങ്ങിയതാണ്. US പക്ഷേ ഈ സിനിമ ഇറങ്ങിയത് ഈ ഏപ്രിൽ, അതായത് ഈ മാസം 10-ാം തീയതിയാണ്. ഇവിടെ തിയേറ്റർ റിലീസ് ഉണ്ടെങ്കിൽ ഞാൻ കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയായിരുന്നു. ഞാൻ ഏപ്രിൽ റിലീസ് വീഡിയോയിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പടം ഇവിടെ റിലീസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഡിജിറ്റൽ റിലീസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലെ സബ്വേയിലൂടെ നടന്നു പോകുന്ന നായകന് അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതാണ് എക്സിറ്റ് 8 എന്ന സിനിമ പറയുന്നത്. ഇതൊരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ. 2023 പുറത്തിറങ്ങിയ ദ എക്സിറ്റ് 8 എന്നൊരു ഫേമസ് വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. പടം കുഴപ്പമില്ല. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ, ചില സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് തോന്നി, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇത് എല്ലാവരുടെയും കപ്പ് ചായയുമല്ല. ചില സീൻസ് ഒക്കെ നല്ല ഇമ്പാക്റ്റ് ഒക്കെ നൽകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളും ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിംഗിൾ പേരന്റ് ആണെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും, അത് അവർക്ക് കുറച്ച് കഷ്ടമായിരിക്കും, അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ പടത്തിന്റെ കോർ ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. സോ ടൈം ലൂപ്പ് എന്നതിനേക്കാൾ കൂടുതൽ ഈ പടത്തിന് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ വശം കൂടി ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് ലേഡാണ്, നമ്മളത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നൈസായിരുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പ്രത്യേകിച്ച് ഒരു കൊച്ചു പയ്യനുണ്ട്, അവന്റെ പെർഫോമൻസ്. അതുപോലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഡീസന്റ് ആണ്. ഈ ഒരു ഒറ്റ ലൊക്കേഷനും 2-3 ക്യാരക്ടേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രമേയം ഒരുക്കി എന്നുള്ളത് ഒരു പോസിറ്റീവ് ഘടകമാണ്. ഇതിന്റെ ക്യാമറ, ഒരുപാട് ലോങ് സ്റ്റാറ്റിക് ഷോട്ട്സ് ഒക്കെ പടത്തിലുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം കൊണ്ട് ഒരു ഹൊറർ ഫീല് പടം തരുന്നുണ്ട്. ഈ നായകനെക്കാട്ടിലും നായകന്റെ കാര്യം കഴിഞ്ഞിട്ട് പടം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയതായിട്ട് എനിക്ക് തോന്നിയത് മറ്റ് കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാട് കൂടെ കാണിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ആ ഒരു കൊച്ചു പയ്യന്റെ ഒക്കെ. നടക്കുന്ന വേറൊരാളുണ്ട്, വോക്കിംഗ് മാൻ. അയാൾ ഇടയ്ക്ക് ഇങ്ങനെ ചിരിച്ച മുഖം അയാളുടെ കാണിക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ ആവർത്തന വിരസത തോന്നിക്കുന്ന കുറച്ച് സീക്വൻസുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ബോറടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ചായക്കപ്പല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ സിംഗിൾ പേരന്റ് സംഭവമൊക്കെ മനസ്സിലാക്കി അതിന്റെ ഒരു സൈക്കോളജി കൂടെ അറിഞ്ഞു കാണുകയാണെങ്കിൽ പടം ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവും. മൊത്തത്തിലെല്ലാം വളരെ സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് എന്ന് പറയാം. സോ ഈ ഒരു ഗെയിമിന്റെ ആണെങ്കിലും ബേസിക് ഐഡിയ കൊള്ളാവുന്നതാണ്, കുറച്ച് വെറൈറ്റിയാണ്. അത് വെച്ചിട്ട് ഒരു സിനിമയാക്കാനും മാത്രം ഉണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. എനിക്കിതൊരു ഷോർട്ട് ഫിലിം ആക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. സോ മൊത്തത്തിൽ ഒരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇതിങ്ങനെ ഓർത്തിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് റിപ്പീറ്റഡ് സീൻസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും നല്ലൊരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് പടം വർക്കായി എന്ന് പറയാം. വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം, സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ. പക്ഷെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, അത് ഓർക്കുക. എനിക്ക് വർക്കായത്രയും പോലും ചിലർക്ക് വർക്കാവണമെന്നില്ല. പടം ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആണ്, പക്ഷെ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. 1 മണിക്കൂർ 35 മിനിറ്റ് കണ്ടാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നും എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.